മഴക്കാലത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് വെജൈനൽ ഡിസ്ചാർജ് ഒക്കെ ഈ സമയത്ത് ഒരുപാട് പേരിൽ കാണുന്നതാണ്. നല്ലപോലെ വെള്ളം കുടിക്കുക. അതുപോലെ തൈരോ മോരോ നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി ഒരു ഗ്ലാസ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നർ ഗാർമെന്റ്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഉപയോഗിക്കുക. ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണങ്ങി എന്നാൽ ഉണങ്ങിയിട്ടില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതും വളരെ നന്നായിരിക്കും കേട്ടോ. കാരണം ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സമയത്ത്. നനവുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുമ്പോൾ പൂപ്പൽ ബാധ ഉണ്ടാവും. പ്രത്യേകിച്ച് നമുക്ക് ഇൻഫെക്ഷൻസ് വരുമ്പോൾ ഒരു സ്മെല്ലി വെജൈന ആയിരിക്കും. അതുപോലെ തന്നെ വളരെ ഒരു ബാഡ് ഓർഡർ ആയിരിക്കും നമ്മളുടെ ഡിസ്ചാർജിൽ. നമുക്ക് പുറത്തിറങ്ങാൻ പോലുള്ള കോൺഫിഡൻസ് ആ സമയത്ത് ഉണ്ടാവില്ല. മാത്രമല്ല ഇൻഫെക്ഷൻസ് വരുന്നത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ അത് താളം തെറ്റിക്കും. വെജൈനയുടെ ഏരിയയിൽ ഹാർഷ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ നിർത്തുക. സാധാരണ ഒരു സോപ്പും വെള്ളവും മാത്രം തന്നെ അവിടെ ആവശ്യമുള്ളൂ. പ്രത്യേകിച്ച് ഒരു വെജൈനൽ വാഷൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല. പിന്നെ ഏതെങ്കിലും ഡിയോഡ്രന്റ് നമ്മളൊരു ഇപ്പൊ ബാമായിട്ട് നമുക്ക് ഡിയോഡ്രന്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. തൈര് പോകുന്നത് പോലെ, തൈര് പിരിഞ്ഞ് ഇരിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ഫിഷി സ്മെല്ലോട് കൂടിയിട്ടൊക്കെ വെജൈനൽ ഡിസ്ചാർജ് കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.